ഹലോ ഗൈസ്, നമസ്കാരം. നമ്മളിന്ന് വൈകുന്നേരം കണ്ണൂരിൽ നിന്ന് വയനാട്ടിൽ പോയി. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് എത്താറായി. അപ്പോൾ സന്ധ്യ മയങ്ങി കേട്ടോ. ഏകദേശം 6:45 6:50 അപ്പം നമ്മൾ ബൈക്കിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീടിൻ്റെ അങ്ങോട്ടുള്ള പഞ്ചായത്ത് റോഡാണ് കേട്ടോ. അപ്പോൾ ചെറിയ കട്ടറൊക്കെ ഉണ്ട്. സൈഡിൽ ഫുള്ള് കാടും തോട്ടങ്ങളാണ് കേട്ടോ. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡെല്ലാം കാപ്പിത്തോട്ടവും തേയിലത്തോട്ടവും ഒക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു 1.5 കിലോമീറ്റർ ഗ്രാമീണ റോഡിലൂടെയാണ് എൻ്റെ യാത്ര. അതായത് മാനന്തവാടി തലശ്ശേരി റോഡിൽ നിന്ന് 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു തേയിലത്തോട്ടമാണ്. അതിൻ്റെ തൊട്ട് മേലെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി റിസോർട്ടാണ്, സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള അടിപൊളി റിസോർട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ പരിസരത്ത് ഏകദേശം ഫുള്ള് റിസോർട്ട് തന്നെയാണ് കേട്ടോ. എന്നാന്ന് വെച്ചാൽ രാത്രിയിൽ കാലാവസ്ഥയൊക്കെ നല്ല സുഖമാണ്. ഇപ്പോൾ 6:45 ഈ സമയമായില്ലേ, ഇപ്പോൾ നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിനകത്ത് കയറി ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് AC മാറി നിൽക്കും. AC അല്ല, അത് ഒരു പ്രകൃതിൻ്റെ ഒരു വൈബ്, അത് വേറെ തന്നെയാണല്ലോ. അപ്പോൾ ഇതാ റിസോർട്ടിലോട്ട് പോകുന്ന വഴി. അത് കഴിഞ്ഞ് ഞാൻ നേരെ കാപ്പിയെല്ലാം പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്മെല്ലാണ്. സന്ധ്യയാകുമ്പോൾ ഈ തണുപ്പും കൂടെ ഉള്ള സമയത്ത് കാപ്പീൻ്റെ സ്മെല്ല് ഒരു പ്രത്യേകതര സ്മെല്ലാണ്. കാപ്പി പൂത്ത് നിൽക്കുന്നതിൻ്റെ സ്മെല്ല് ഒരു പ്രത്യേകതര സ്മെല്ലാണ് കേട്ടോ. റോഡെല്ലാം കുറച്ച് മോശമായിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്തൊക്കെ അധികാരമേറ്റ് പുതിയ സംവിധാനങ്ങളെല്ലാം ആയി വരുന്നതല്ലേ ഉള്ളൂ. മിക്കവാറും ഒരു 10-20 ദിവസത്തിനുള്ളിൽ റോഡ് ടാറിങ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ വിടില്ല കേട്ടോ. നമ്മൾ അത്ര മോശമല്ല, വിടില്ല നമ്മൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വീടിനങ്ങോട്ടുള്ള വലിയ കയറ്റം മുഴുവൻ പൊളിഞ്ഞ് നാശമായിപ്പോയി കേട്ടോ. എന്താണെന്നറിയത്തില്ല. കഴിഞ്ഞ കൊല്ലം ഇവിടെയൊക്കെ നോക്കിയ ആൾക്കാരുടെ മോശമാണ്. കഴിഞ്ഞ കൊല്ലത്തെ ഭരണ സംവിധാനത്തിൻ്റെ കുഴപ്പമാണ്. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഈ കൊല്ലം പിടിയാൽ ഇത് ചെയ്യിപ്പിക്കണം, ചെയ്യാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് ചെന്നപ്പം ലെഫ്റ്റ് സൈഡിൽ അടുത്ത റിസോർട്ട് കേട്ടോ. ഇത് നമ്മുടെ കണ്ണൂരുള്ളൊരു ചേട്ടൻ്റെ, കോളയാടെന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു ചേട്ടൻ്റെ റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ എപ്പോഴും ഒരു നായ്ക്കുട്ടി കിടപ്പുണ്ടാവും. അതിൻ്റെ പേരാണ് ജാപ്സി കേട്ടോ. ജാപ്സി റിസോർട്ട് നല്ല സെറ്റപ്പ് റിസോർട്ടാണ്. അതാണ്ട് നിഹാലം കണ്ട് പറഞ്ഞ റിസോർട്ടാണ്. നല്ല ഗേറ്റ് എല്ലാ സംവിധാനമുണ്ട്. ജാപ്സി നിൽക്കുന്നു. ജാപ്സി എന്നെ കണ്ടവിടെ എണീറ്റ് വന്നു. ഞാൻ ജാപ്സി എന്ന് വിളിച്ചു. അവനൊന്ന് ചിരിച്ചിട്ട് അങ്ങോട്ട് മാറി നിന്നു. അപ്പുറത്തെ വീട്ടിലെ പട്ടിയാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ കാണുന്നത് കുളമാണ് കേട്ടോ. കുളം വലിയ കുളമാണ്. അത് മഴക്കാലത്ത് മാത്രമേ നിറയുള്ളൂ, വേനൽക്കാലത്ത് അത് അത്രയും വെള്ളമുള്ളൂ. ഇതാണ് ഈ ഭാഗത്തെ ജലസംഭരണി. അതിൽ നിറയുന്നതുകൊണ്ടാണ് ഈ ഭാഗം മുഴുവൻ കിണറുകളിലെല്ലാം വെള്ളം ഉണ്ടാകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം വീട്ടിലേക്ക് ചെന്ന് കയറാറായി. അപ്പോൾ നമ്മൾ ചെല്ലുന്ന കാര്യം വീട്ടിലൊന്നും അറിയില്ല. അപ്പം വീട്ടുകാരെ വാതിലടച്ചിട്ടിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ കൊച്ചു വീട്ടിലേക്ക് എത്താറായി. അപ്പോൾ എന്നെ ലെഫ്റ്റ് സൈഡിലൊരു കൂടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അവൻ എന്നെ കാണാണ്ട് എൻ്റെ ഹാൻഡ്വർക്കിൻ്റെ സൗണ്ട് കേട്ട സ്പോട്ടിൽ ആശാൻ കൂട്ടിന്ന് പുറത്ത് ചാടി അവിടെ നിന്ന് സ്നേഹത്തിൻ്റെ ഒരു പ്രളയമാണ് കേട്ടോ. പിന്നെ കൂകലും കാറിലും ഒച്ചപ്പാടും ബിസ്ക്കറ്റ് കൊടുക്കുന്ന വരെ ഇനി അവിടെ അനങ്ങിയിരിക്കില്ല. കൂട്ടി കയറും താഴോട്ടി ചാടും. ഇത് തന്നെയായിരിക്കും പരിപാടി കേട്ടോ. അപ്പം മക്കൾ അറിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ വണ്ടി പയ്യെ വീട്ടിലേക്ക് കയറ്റും കേട്ടോ. മക്കൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവർ കൊച്ചു TV കാണുമായിരിക്കും. അപ്പോൾ എന്തായാലും അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ഓക്കെ, ബൈ.